ദിവസത്തിലായിരിക്കാൻ നല്ല പാട്ടുകളെ പാടുവാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ സ്വർഗ്ഗദൈവം ഒരുക്കിയ ഈ നല്ല സഹവാസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 97-ാം സങ്കീർത്തനമാണ് നമുക്ക് വായിക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ, മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ ഹെഡിങ്ങിൽ ആരാ എഴുതിയിട്ടില്ല എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. വേദപണ്ഡിതന്മാർ ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയെന്ന് അഭിപ്രായപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആദ്യം തന്നെ എഴുതിയിരിക്കുന്നു, എന്തോ എഴുതിയിരിക്കുന്നു? യഹോവ വാഴുന്നു. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, യഹോവ വാഴുന്നു. അല്പം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, യഹോവ ഏതെല്ലാം തലത്തിൽ വാഴുവാനിടയായി തീരും. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ യഹോവ വാഴുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിൽ അനേക രാജാക്കന്മാർ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ചില കാലഘട്ടങ്ങൾ മാത്രമേ അവർ രാജാവായി ഈ ലോകത്തിൽ വാഴുവാനിടയായി തീർന്നിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ രാജാവും കർത്താവുമായ യേശു കർത്താവ് ഉണ്ടല്ലോ, അവ യുഗായുഗം വാഴുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ആ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വാഴുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ്. ഹല്ലേലൂയ. ലോക മനുഷ്യരുടെ ജീവിതത്തിൽ പലവിധമാവുന്ന ആൾക്കാരാണ് വാഴുന്നത്. ഈ ലോകത്തിലെ അനേക ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വാഴുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വാഴുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലും വിളിച്ചു പറയുവാനിടയായി തീരണം, യേശു കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ രാജാതിരാജാവും കർത്താവുമായി വാഴുവാനിടയായി തീരുന്നത്. ഒന്നാം സ്ഥാനം നമ്മുടെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ നമ്മളെ രാജാവായുവാണ് ആ പോകേണ്ട വഴി കാണിച്ച് നമ്മളെ വഴി നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ്, ഹല്ലേലൂയ, രാജാവാണെങ്കിൽ പറയുന്നത്, യഹോവയാണ് എൻ്റെ രാജാവായി വാഴുന്നത്. ഞാൻ ലോകത്തിലെ രാജാവായി വാഴുന്നുവെങ്കിലും എൻ്റെ രാജാവായി വാഴുന്നത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, അവനെന്ത് ചെയ്യുന്നു? ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഭൂമി എന്ത് ചെയ്തു? ശപിക്കുവാനിടയായി തീർന്നു. ശാപയോഗ്യമായ ഭൂമിയാണ്. മുള്ളും പറക്കാലയും അതിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ യഹോവ കർത്താവായി രാജാവായി വാണു കഴിയുമെന്നറിയാമോ, ഭൂമി പോലും സന്തോഷിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അടുത്ത് എഴുതിയിരിക്കുന്നു, ബഹുദ്വീപുകളും എന്ത് ചെയ്യട്ടെ? സന്തോഷിക്കട്ടെ. ദുഃഖിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, യഹോവ രാജാവായി തീർന്നാൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന കടന്നു വന്നപ്പോൾ പലവിധമാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും, ഹല്ലേലൂയ, നാളത്തെ ദിവസങ്ങളെ കാര്യങ്ങളൊക്കെ പലതും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിലെ ആ സന്തോഷം ഒന്ന് പൽക്കാലം ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ. അവൻ്റെ സന്നിധി എന്ന് പറയാമോ, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവൻ്റെ വലത്ത് ഭാഗത്ത് ആനന്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാനിടയായി തീരും? ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവ് രാജാവായി വാണു കഴിഞ്ഞാൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്നറിയാമോ, മാറിപ്പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, എന്ത് ചെയ്യണം? മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. അനേക രാജാക്കന്മാർക്ക്, അനേക ജഡ്ജിമാർക്ക് നീതിയും ന്യായവുമില്ലാതെ ഈ ലോകത്തിൽ ഭരിക്കുമ്പോൾ നമ്മുടെ രാജാവും കർത്താവും ആയ കർത്താവിൻ്റെ പ്രത്യേകതയാണ്, ഹല്ലേലൂയ, അവന് നീതിയുണ്ട്, ന്യായമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. അനേക സിംഹാസനങ്ങൾ മറിഞ്ഞു പോയിട്ടുണ്ട്, തരിപ്പണമായി പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നിലനിൽക്കും ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച അനേക രാജാക്കന്മാർ, ഹല്ലേലൂയ, ചരിത്രത്തിൻ്റെ താളുകളിലും ഏടുകളിലും ഈ ഭൂമിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ രാജാവും കർത്താവും ഇന്നും ജീവിക്കുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവനെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത നമ്മൾ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം വാണു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. 3-ാമത്തെ വാക്യം നോക്കാം. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ളവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു, അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ടു വിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു രാജാവായി കർത്താവായി വാണു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. സാധാരണ രാജാക്കന്മാരുടെ മുൻപിൽ അവരുടെ, ഹല്ലേലൂയ, പട്ടാളക്കാരൊക്കെ മുൻപിൽ നടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ എന്നറിയാമോ, തീ അവൻ്റെ
മുൻപായി കടന്നു പോകുന്നു. ഹല്ലേലൂയ. എവിടെയെങ്കിലും തീ കത്തിക്കഴിഞ്ഞാൽ എന്തറിയാമോ, ചിലതൊക്കെ ദഹിച്ചു വീഴുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം ഒരു ആത്മാവിൻ്റെ തീ ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ കത്തുന്നുവെങ്കിൽ നമുക്കെതിരെ കടന്നു വരുന്ന ചില പോരുകൾ, അന്ധകാര ശക്തി എന്നറിയാമോ, ദഹിച്ചു വീഴുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. കത്തി അമരുവാനിടയായി തീരും. നമുക്ക് കാണുവാൻ കഴിയാത്ത, കേൾക്കുവാൻ കഴിയാത്ത, നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത, നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അനേക ഏരിയകളും അനേക മണ്ഡലങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം രാജാതിരാജാവും കർത്താതി കർത്താവും നമുക്ക് മുൻപായി കടന്നുപോയി കഴിഞ്ഞാൽ അവന് മുൻപാകെ തീ കടന്നു പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ തീ സാധാരണ തീയല്ല, ചിലതിനെ ദഹിപ്പിക്കുവാനിടയായി തീരും, ചിലതിനെ നശിപ്പിച്ച് കളയുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ തീയിലൂടെ നമുക്ക് അറിയാമോ, സംരക്ഷണം ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്താണ് ചെയ്യുന്നത്? അവർ ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിക്കും. നമ്മൾ പറഞ്ഞാലോ, നമ്മൾ കൈകൊണ്ട് ബലം കാണിച്ചാലോ പല വൈരികളും നമുക്ക് എതിരെ കടന്നു വരുത്തുള്ളൂ. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് ചെയ്യണം? അവൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ യഹോവയുടെ തീ കടന്നുപോയി ചില വൈരികൾ നമ്മുടെ മുൻപിലുള്ള ദുർഘട മേടുകളെ ഇടിച്ച് നിരപ്പാക്കി ഇരുമ്പോടാമ്പുകളെ തകർത്ത് സുഗമമായി നമുക്ക് പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. എവിടെയെങ്കിലും യാത്രയിലോ പോക്കിലോ വരവിലോ ആയിരിക്കുമ്പോൾ അവൻ്റെ പാദപീഠം ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് മുൻപായി അവൻ യാത്ര ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവന്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ട് വിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ മുൻപായി എന്ത് പോകുന്നു? മിന്നൽ കടന്നു വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, മഴ പെയ്യുന്നതിന് മുൻപായി ഒരു മിന്നൽ വെട്ടുമ്പോൾ നമ്മളൊക്കെ പേടിച്ചു പോകാറുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ശക്തമായാണ് മിന്നൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം രാജാവും കർത്താതി കർത്താവായി വാണ് നമ്മുടെ മുൻപിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ മിന്നലുകളെ അയക്കുവാനിടയായി തീരും. ശത്രുവിനെന്നറിയാമോ, സംഗ്രഹിച്ച് കളയുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവിക പ്രവൃത്തി എത്ര വലുതാണ്. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ വയ്യാത്ത പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ്റെ പാദപീഠം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, അവന് വേണ്ടി പാദപീഠം ഒന്ന് സമർപ്പിച്ചാൽ മതി, ദൈവിക പ്രവൃത്തി അവിടെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. അടുത്ത 5-ാമത്തെ വാക്യം നോക്കാം. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്നിധിയിൽ എന്തറിയാമോ, ഹല്ലേലൂയ, സർവ്വഭൂമിയും പർവ്വതങ്ങളും എന്ത് ചെയ്യുന്നു? മെഴുകുപോലെ ഉരുകുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, തീ കടന്നു വരുമ്പോൾ മെഴുകുരുകി മെൽറ്റായി തീർന്നതുപോലെ ഹല്ലേലൂയ നമ്മൾ ഉരുക്കേണ്ട കാര്യമില്ല, വാക്കുകൊണ്ട് ഹല്ലേലൂയ അനേക കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അവൻ്റെ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവേ, എൻ്റെ വൈരികൾ അനവധി പെരുകിയിരിക്കുമ്പോൾ, ഇന്ന് പൽക്കാല ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവൻ്റെ പാദപീഠത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, അനേക ആവശ്യങ്ങൾ ഒരു സൈഡിൽ മല പോലെ ഉയർന്നു വരുമ്പോൾ, വിസയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ വിഷയമായിരിക്കും, ഏത് വിഷയമായിരുന്നാലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ജോലിയുടെ വിഷയമായിരിക്കാം, ഹല്ലേലൂയ, ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയമുണ്ടല്ലോ, അത് മെഴുകുപോലെ ഉരുകുവാനിടയായി തീരും. ഹല്ലേലൂയ. പൽക്കാല സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അതിൽ ഉരുകാതിരിക്കുന്നത് മഞ്ഞുകളൊക്കെ ഉരുകി മാറുന്നത് പോലെ ഇന്ന് പൽക്കാല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ തീയുണ്ടല്ലോ, ഹല്ലേലൂയ, ശക്തിയുണ്ടല്ലോ, കടന്നു വരുമ്പോൾ അത് ഉരുകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ പ്രവൃത്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവസ്ഥനിൽ ഏറ്റെടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. മണ്ണും ഹല്ലേലൂയ സമുദ്രവും ഹല്ലേലൂയ മലകളൊക്കെ ഉരുകണമെങ്കിൽ നമുക്കറിയാം, ലാവ പൊട്ടി പുറപ്പെട്ട് വരുമ്പോഴാണ് ഇതൊക്കെ ഉരുകിപ്പോകുന്നത്. അത്രത്തോളം ചൂടാണ് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുൻപിൽ ആ തീ കടന്നു ചെന്ന് ദുർഘട മേടുകളെ ഇടിച്ച് നിരപ്പാക്കുന്ന ദൈവപ്രവൃത്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കാം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ, സ്തോത്രം, രാജാവും കർത്താവുമായി ഇരിക്കുമ്പോൾ വാണു കഴിയുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗ്ഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. സമുദ്രവും അതിൻ്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും യഹോവ വാണു കഴിഞ്ഞാൽ എന്താണ്? സന്തോഷമുണ്ടാകുവാനിടയായി തീരും. ഹല്ലേലൂയ. രാജാക്കന്മാരും ഹല്ലേലൂയ പ്രധാനമന്ത്രിമാരും ഹല്ലേലൂയ മിനിസ്റ്റേഴ്സ് ഒക്കെ വാണു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാലും അതിനൊക്കെ പരിമിതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാമോ, പരിമിതികളില്ലാത്ത ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല പരിമിതികളെയും അവൻ എടുത്തു മാറ്റുവാനിടയായി തീരും. മനുഷ്യർക്ക് നമുക്ക് പലപ്പോഴും പലവിധമാകുന്ന ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ നമ്മുടെ
ദൈവം ഉണ്ടല്ലോ അൺലിമിറ്റായി നമുക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും. ചിന്തിക്കാത്ത വൻ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തീരും. ആരും കാണാത്ത കേൾക്കാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചില വഴികളെ തുറന്നു വെച്ചാൽ ആ വഴിയിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആരും കാണാത്ത ചില കാര്യങ്ങളെ ദൈവം നമ്മുടെ കണ്ണുകൊണ്ട് ഇപ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീരണം. ചില അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അടുത്ത നന്മ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി വഴികളെ വാതിൽ തുറക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതുവരെ കാണാത്ത ഇതുവരെയും കേൾക്കാത്ത നന്മകൾ അനുഗ്രഹങ്ങൾ ഓരോന്നും പ്രാപിക്കുകയും ലഭിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇവിടെ വായിക്കുന്നത് സ്വർഗം ആനന്ദിക്കട്ടെ എന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വാണ് കഴിയുമ്പോൾ സ്വർഗം സന്തോഷിപ്പാനിടയായി തീരും. നമ്മൾ പാടി ആരാധിച്ചതുപോലെ സറാഫുകളോട് ആരാധിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുകയല്ല, ദൂതന്മാർ ഒരുമിച്ച് സ്വർഗത്തിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വായിക്കുന്നത് ഭൂമി ഉല്ലസിക്കട്ടെ. അവൻ രാജാവ് കർത്താവുമായി ഈ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. യെരുശലേമിൽ കാലയൗട്ടുമ്പോൾ ഇത് രണ്ടായി വിഭാജിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ രാജാവായി ഭൂമിയിൽ വാഴുവാൻ പോവുകയാണ്. ജാതിയുടെ മധ്യേ ഹല്ലേലൂയ ഘോഷിക്കുവാനിടയായി തീരട്ടെ. സമുദ്രങ്ങളും നദികളും ഒക്കെ അവന് മുൻപാകെ സന്തോഷിക്കുവാനിടയായി തീരും. ഇന്ന് ദുഃഖിച്ചിരിക്കുന്ന പലതും ദൈവസന്നിധിയിൽ സന്തോഷത്തിന് കാരണമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 93:1 നമുക്കൊന്ന് വായിക്കാം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയുള്ളവൻ തന്നെ. ആമേൻ. യഹോവ വാണ് കഴിയുമ്പോൾ ഭൂലോകം മുഴുവൻ ഇളകാതെ അവൻ ഉറപ്പിക്കുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഇളകി മറിയുന്ന കലങ്ങി മറിയുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ യഹോവയ്ക്ക് വാഴുവാന് ഒന്നാം സ്ഥാനം കർത്തൃത്വം നടത്തുവാന് ആ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇളകി മറിഞ്ഞ് അത് കുടുംബത്തിലായിരിക്കാം, കുഞ്ഞുങ്ങളിലായിരിക്കാം, തലമുറയിലായിരിക്കാം, ഏത് വിഷയത്തിലും ഹല്ലേലൂയ ഇളങ്ങി മറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ വാഴുവാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ എന്തറിയാമോ? അവൻ കർത്തൃത്വം ഏറ്റെടുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സകലതും ഭംഗിയായി ചെയ്യുവാനിടയായി തീരും. നമ്മൾ എത്ര ഭംഗിയായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ചില ന്യൂനതകൾ അവിടെ ഇവിടെയും കാണുവാനിടയായി തീരും. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ സകലതും അവൻ ഭംഗിയായി ചെയ്യും. ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവയുടെ ബലം ധരിച്ച് അരകെട്ടിയിരിക്കുന്നു. ഭൂലോകം മുഴുവനും ഇളകാതെ ഉറച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം അവൻ രാജാവായി കർത്താവായി വാണു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് ധൈര്യം നമുക്ക് ലഭിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 99 സങ്കീർത്തനം 1 വാക്യം നമുക്ക് നോക്കാം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമി കുലുക്കം പലപ്പോഴും നമ്മുടെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി, അനേക നാശനഷ്ടങ്ങളുണ്ടായി. എന്നാൽ ദൈവം ഹല്ലേലൂയ രാജാവായി വാണു കഴിഞ്ഞാൽ ഭൂമി കുലുങ്ങി കഴിഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല. എന്നറിയാമോ? അവൻ കർത്താവാണ്. ഇവിടെ വായിക്കുന്നത് ജാതികൾ വിറയ്ക്കട്ടെ, അവർ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, അതുകൊണ്ട് ഭൂമി കുലുങ്ങട്ടെ. നമ്മുടെ ദൈവം വസിക്കുന്ന അറിയാമോ? കെരൂബുകളുടെ സറാഫുകളുടെ മീതെ, ദൂതന്മാരുടെ മീതെ വസിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുക ദൈവം ആരെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവനെ ആരാധിക്കുവാൻ. ഒരു മനുഷ്യനല്ല, ഈ ലോകത്തിലെ രാജാവല്ല. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കെരൂബുകളുടെ മീതെ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കുലുങ്ങാതിരിക്കുന്ന പലതും എന്തെന്നറിയാമോ? കുലുങ്ങുവാനിടയായി തീരും. ജീവനില്ലാതിരിക്കുന്ന ചിലതിന് മേൽ ജീവൻ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. യേശു ലാസറിന്റെ കല്ലറയിൽ കടന്നു ചെന്നപ്പോൾ മരിച്ച് നാറ്റം വെച്ചതായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദത്തിന് മുൻപാകെ ലാസറിന് ജീവൻ വയ്ക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ശബ്ദം ജീവനില്ലാത്തതിൻ്റെ ഉള്ളിൽ കല്ലറയിലേക്ക് കടന്നു ചെന്നിട്ട് ചിലതിനെ എന്തിനറിയാമോ? ജീവൻ പകരുന്നതാണ്. ഹല്ലേലൂയ. ഇതുപോലെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ജീവൻ പ്രാപിക്കാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ചിലതിന് ജീവൻ പകരുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തെ
വചനത്തിന് മുൻപാകെ ആരേൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, വചനം കേട്ടിട്ട് നമ്മൾ വെറുതെ തള്ളിക്കളയാതെ, അപ്പാ ഇന്ന് പൽക്കാലം ഒരു ജീവൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവമേ നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമൃദ്ധിയായ ജീവന് പകരുവാൻ അവന് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 99 സംഗീതക്കാരൻ പറയുന്നത്, യഹോവ വാഴുന്നത് കൊണ്ട് ജാതികൾ എന്ത് ചെയ്യും? വിറയ്ക്കുവാനിടയായി തീരും. ഇപ്പോഴത്തെ കാലത്ത് ജാതികളാണ് ഈ ലോകത്തിൽ വാണുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ ആരാധനകളും അവരുടെ ദൈവങ്ങളും ഒക്കെ വാണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നറിയാമോ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് വാഴുമ്പോൾ ജാതികൾ വിറയ്ക്കുവാനിടയായി തീരും. അല്ലെങ്കിൽ എന്നറിയാമോ, അവൻ കർത്താവാണ്. അവൻ്റെ കയ്യിൽ ചെങ്കോലുണ്ട്, രാജ്യത്വമുണ്ട്. അവന് മുൻപാകെ തീ പുറപ്പെട്ട് കഴിയുമ്പോൾ അവന് മുൻപാകെ നിൽക്കുവാൻ ജാതികൾക്ക് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മളെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തത്. നമ്മുടെ ദൈവം എന്നറിയാമോ, അവന് സിയോനിൽ വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല, സകല ജാതികൾക്ക് മീതെ ഉന്നതനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം. യെശയ്യാവിന്റെ പുസ്തകം 52 അധ്യായത്തിന്റെ 7 വാക്യം നമുക്ക് കടന്നു വരാം. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. ആരുടെ കാലാണ്? സുവാർത്ത, ദൈവവചനം പറയുന്ന, ട്രാക്റ്റ് കൊടുക്കുന്ന, ഹല്ലേലൂയ, അവരുടെ കാല് എത്ര മനോഹരമാണ്. നമ്മൾ എത്ര പേര് ദൈവനാമത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം എന്തുമാത്രം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിര്. എത്ര പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മധ്യസ്ഥ ചെയ്തിട്ടുണ്ട്, ഇടുവിൽ നിന്നിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, സുവാർത്ത ദൂതൻ്റെ കാല് സ്വർഗത്തിൽ, ഹല്ലേലൂയ, സ്തോത്ര പർവ്വതത്തിൽ എത്ര മനോഹരമാണ്. സുവാർത്ത, നല്ല ഹല്ലേലൂയ വാർത്ത അറിയിക്കുവാൻ ദൈവം എന്നെ നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൽ അനേകമാകുന്ന പല വിധത്തിലുള്ള വാർത്തകൾ അറിയിക്കുന്ന അനേകം ആൾക്കാർ കാണും. അവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ വചനമാകുന്ന സുവാർത്ത, നല്ല വാർത്ത, നല്ല സുവിശേഷം ലോകങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും അറിയിക്കുവാൻ എന്നെ നിങ്ങളെയും കാലാകാലഘട്ടങ്ങളിൽ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ഈ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ദൂത് മറ്റുള്ളവരോട് പറയുവാൻ, ദൈവത്തിൻ്റെ വചനം പറയുവാൻ, ട്രാക്റ്റ് കൊടുക്കുവാൻ, ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നേടുവാൻ ഒരാഗ്രഹവും ആകാംക്ഷ നീ എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താണ്? സമാധാനം ഘോഷിക്കുന്ന, നന്മ സുശേഷിക്കുന്നവർക്ക് രക്ഷയെ പ്രസിദ്ധമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സിയോനോട് പറയുന്നു, നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുക. ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തോട് പറയുവാനിടയായിത്തീരണം, നമ്മുടെ ദൈവം വാഴുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വാരി വിതറുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ കടന്നു വരും. ഈ സുവാർത്ത പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ബന്ധക്കാരും ചാർച്ചക്കാർക്കും കുടുംബത്തിലുള്ളവർക്കും പലർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ദൈവം നമ്മളിൽ വാണു കഴിഞ്ഞാൽ നമ്മൾ മൗനമായിരിക്കുവാൻ പറ്റത്തില്ല. ആ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ കടന്നു വരുമ്പോൾ അതിന് മുൻപിൽ കടന്നു പോയിട്ട് പറയും, രാജാവ് വരുന്നുണ്ട്, രാജ വിളംബരം പ്രസ്തുതമാക്കുന്നുണ്ട്, രാജാവ് വീതിയിലൂടെ കടന്നു വരുന്നുണ്ട്. ഭയഭക്തിയോടെ ആൾക്കാർ കടന്നു വരുന്നത് പോലെ നമ്മുടെ രാജാതി രാജാവും കർത്താവും കടന്നു വരുന്നുള്ള സുവാർത്ത അറിയിക്കുവാൻ ആ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മൗനമായിരിക്കാതെ എന്ത് ചെയ്യണം? ആ നല്ല വർത്തമാന സുവാർത്ത മറ്റുള്ളവരോട് അറിയിക്കുവാനിടയായി തീരണം. പ്രൈസ്. ഇല്ല എങ്കിൽ നമ്മളോട് ചോദിക്കുവാനിടയായി തീരും. നിനക്ക് സമ്പത്ത് തന്നു, വാഹനം തന്നു, ആരോഗ്യം തന്നു, ഈ ദേശത്ത് കൊണ്ടുവന്നു, എത്ര പേരോട് ഈ സുവിശേഷം പറഞ്ഞു? ഈ സുവാർത്ത മറ്റുള്ളവരോട് എത്ര പേരോട് അറിയിക്കുവാനിടയായി തീർന്നു? അവിടെ നമുക്ക് ഒഴിവുകൾ പറഞ്ഞ് നമുക്ക് പോകുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഹല്ലേലൂയ. ഈ വചനം അറിയിക്കുവാൻ, ഇതിനു മുൻപാകെ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് അടുത്ത് വരുവാൻ വലിയ ഉദ്ദേശം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ ദൈവം വാഴുവാനിടയായി തീരും. വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിന് 1 വാക്യം നോക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തമായ ഒരു ദൂതനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന യോഹന്നാൻ പത്മോസിന്റെ ദ്വീപില് ഏകനായി കിടക്കുമ്പോൾ അവനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി, ഹല്ലേലൂയ, സ്വർഗത്തിൽ വാഴുന്ന കർത്താവിനെ, ദൈവത്തെ കാണിക്കുവാനിടയായി തീർന്നു. അവൻ്റെ മുഖത്തെ പറ്റി, അവൻ്റെ മുടിയെ പറ്റിയും അവൻ്റെ ശരീരത്തെ പറ്റിയും ഒക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാഴുന്ന കർത്താവ്, ഹല്ലേലൂയ, അവൻ്റെ വലം കയ്യിൽ, ഹല്ലേലൂയ, സ്തോത്രം, അകത്തും പുറത്തും എഴുതിയിരിക്കുന്ന, മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം കാണുവാനിടയായി തീർന്നു. ചില പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ജീവൻ്റെ
എഴുത്തിൻ്റെ പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകമുണ്ട്. സ്വർഗത്തിൽ അനേക പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പേര് അവിടെ എഴുതി കാണുവാനിടയായി തീരണം. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകം പേരുണ്ടെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരുവർ മാത്രമേ ഉള്ളൂ. ഇന്ന് പൽക്കാലം നമ്മൾ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നല്ലവനും വിശ്വസനുമാണ് ദാസനെ എന്ന് പേര് വിളിക്ക് യോഗ്യരായി തീരുവാനിടയായി തീരണം. ഓട്ടക്കളത്തിലേക്ക് ഇറങ്ങുവാൻ എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ എത്തുവാനിടയായി തീരണം. നമ്മുടെ മുൻപിൽ ഓടി അനേകം പേര് പട്ടുപോയി കിടപ്പുണ്ട്, വീണുപോയി കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവരെ ആരെയും നോക്കാതെ, ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി അക്കരെ ചെന്ന് ഹല്ലേലൂയ ജീവന്റെ കിരീടം പ്രാപിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഇന്ന് പൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത് യഹോവ നമ്മുടെ ജീവിതത്തിൽ വാഴുന്നു, ഭൂമിയിൽ വാഴുന്നു, സ്വർഗത്തിൽ വാഴുവാനിടയായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച സംഘത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ്. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെ പറ്റി വായിക്കുവാൻ ഇടയായി തീർന്നത് അവനെന്തറിയാമോ? സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനായ ദൈവമാണ്. ഉന്നതനല്ല, അതിൻ്റെ മീതെ അത്യുന്നതനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മാത്രമല്ല, സകല ദേവന്മാർക്കും മീതെ ഉന്നതനായ ദൈവമാണ്. ഈ ലോകത്തിൽ ഹിന്ദുക്കൾക്ക് 330 കോടി ദൈവങ്ങളുണ്ട്. പല മതങ്ങൾക്കും പലവിധമാകുന്ന അനേക ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിൻ്റെ മീതെ വലിയൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവം അത്രയ്ക്ക് വലിയവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വാക്യം, 10-ാമത്തെ വാക്യം നോക്കാം. യഹോവയെ സ്നേഹിക്കുന്നവരെ, ദോഷത്തെ വെറുക്കുവീൻ. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ദോഷത്തെ വെറുക്കുവാനിടയായി തീരണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവനോട് അടുത്ത് വരുന്നുവെങ്കിൽ, പലവിധമാവുന്ന ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇന്ന് പലകാലം അതിനെ ഓരോന്നിനും വെറുത്ത് നമ്മൾ തള്ളിക്കളയുവാനിടയായി തീരണം. അതിനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ പാപഭാരം വെച്ച് നമുക്ക് ഓടുവാൻ പറ്റത്തില്ല. അതുപോലെ ദോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ വെറുക്കുവാനിടയായി തീരണം. തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ അവൻ കാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതയാത്രയിൽ പലവിധമാകുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ പതിയിരിപ്പുണ്ട്, നമുക്കറിയത്തില്ല. എന്നാൽ നമ്മളെ കാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേലിൻ്റെ പരിപാലനം എന്ത് ചെയ്യുന്നില്ല? പറഞ്ഞേ, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് വന്നിരുന്ന് ഉറങ്ങും ക്ഷീണം കൊണ്ട്. എന്നാൽ നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നില്ല? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അവൻ സർവശക്തനായ ദൈവമാണ്. സകല ദൈവന്മാർക്ക് മീതെ ഉന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. അവനോട് അടുത്തിരുന്നവരോട് അവൻ അടുത്തിരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. അവൻ്റെ മുൻപാകെ ആർക്കും നിൽക്കുവാൻ പറ്റത്തില്ല. ഭൂമി പോലും വിറയ്ക്കുവാനിടയായി തീരും, പർവ്വതങ്ങൾ പോലും ഉരുകുവാൻ ഇടയായി തീരും. ആ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവനെ വിട്ടു പോകുവാനല്ല ഇവിടെ സംഘത്തിനൊക്കെ എഴുതിയിരിക്കുന്നത്. ദോഷം ചെയ്യാതെ അവനോട് എന്ത് ചെയ്യണം? അടുത്തു വരണം. അങ്ങനെയെങ്കിൽ ഭക്തന്മാരുടെ പ്രാണനെ അവന് കാക്കുവാനിടയായി തീരും. ഇല്ലെങ്കിൽ വഴിമധ്യം നമ്മൾ പട്ടുപോകുവാനിടയായി തീരും. അതുമാത്രമല്ല, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ദുഷ്ടന്മാർ പതിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. നമുക്കെതിരെ അനേക കുടുക്കുകൾ, അനേക കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദോഷം വിട്ടടങ്ങുന്നുവെങ്കിൽ, ആ കുടുക്കുകളും കഴികളൊക്കെ അവരുണ്ടാക്കി വെച്ച് നമ്മൾ നോക്കിയിരിക്കും. അവിടെ ജയഘോഷമായി ദൈവം നമ്മൾ എന്തറിയാമോ? വഴി നടത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം വായിക്കാം. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. അടുത്ത വാക്യം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിക്കുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. നീതിമാന്മാരുടെ ഗുണത്തിൽ നമ്മളെ കൂടെ ആക്കി വെച്ചിരിക്കുകയാണ്. നീതിമാന്മാർക്ക് എന്തെന്നറിയാമോ? പ്രകാശം ഉദിക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മൾ അസ്തമിച്ചു പോയി, ഇരുണ്ടുപോയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് എന്നറിയാമോ? പ്രകാശം ഉദിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, ഇരുള് കാണുമ്പോൾ അത്ര സന്തോഷമല്ല. ഹല്ലേലൂയ. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് ഉദിപ്പിക്കുവാനിടയായി തീരും. ഇരുണ്ടുപോയെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും, അസ്തമിച്ചു പോയെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി എന്നറിയാമോ? ഒരു സൂര്യനെ പോലെ പല കാര്യങ്ങളും ഉദിച്ചു വരുവാനിടയായി തീരും. സൂര്യൻ ഉദിച്ചു വന്നാൽ ഹല്ലേലൂയ ലോകത്തുള്ള സകല മനുഷ്യരും കാണുവാനിടയായി തീരും. അതുപോലെ ദൈവം നമുക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളും നന്മകളും ശ്രേഷ്ഠതകളും എന്നറിയാമോ? മറ്റുള്ളവരും കാണുക ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. എന്ത് ചെയ്യണം?
ഹൃദയ പരമാർത്ഥത ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ ഇന്നസെൻ്റ് മൈൻഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വാക്കോട്ട് പറയല്ല, ഹല്ലേലൂയ, മനുഷ്യന് മുൻപാകെ കാണിക്കുകയല്ല. ഏത് സമയത്തും ദൈവം നമ്മളെ കാണുന്നുള്ള ആ ചിന്തയുണ്ടെങ്കിൽ, ജോലി സ്ഥലത്തായിരിക്കാം, യാത്രയിലായിരിക്കാം, ചർച്ചിലായിരിക്കാം, കൂട്ടുകാരുടെ ഒപ്പമായിരിക്കാം, എവിടെയും പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ നീതിമാന്മാർക്ക് പ്രകാശം ഉദിക്കുവാനിടയായിത്തീരും. എന്നാൽ അത് വാക്കിൽ വായിക്കുന്നു, നീതിമാന്മാരെ യഹോവയിൽ കരയാനല്ല, വിലയപ്പെടുവാനല്ല, വിഷമിച്ചിരിക്കുവാനല്ല, സന്തോഷിക്കണം. ഹല്ലേലൂയ. നമ്മളൊരു നീതിമാനാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ സന്തോഷിക്കുവാൻ അനവധി കാര്യങ്ങളുണ്ട്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ദൈവം കർത്താവ് രാജാവുമായി നമ്മുടെ കൂടെയുള്ളപ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷിച്ച് അവനോട് ചേർന്ന് നടക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് എഴുതിയിരിക്കുന്നത്, അവൻ്റെ വിശുദ്ധന്മാർ അവന് സ്തോത്രം ചെയ്യണം. ഓരോ നന്മകളും അനുഗ്രഹങ്ങളും ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ, അതൊക്കെ എൻ്റെ കഴിവുണ്ടാ മിടുക്കുണ്ടാന്ന് പറഞ്ഞു വെക്കാതെ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ എന്ത് ചെയ്യണം? അർപ്പിക്കുവാനിടയായി തീരണം. അവ ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ ഓർത്ത് കഴിയുമ്പോൾ, ഞായറാഴ്ച കടന്നു വന്നപ്പോൾ മൗനമായിരിക്കുവാൻ പറ്റത്തില്ല. അതിൻ്റെ ഈശോപ്പച്ചന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. അല്പമിറ്റുകൾ സ്തോത്രത്തിന് വേണ്ടി തലകളെ മടക്കിക്കാട്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ട് അനവധി നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം തന്നില്ലയോ? ചില മിനിറ്റുകൾ ഹൃദയങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തിന് നന്ദി കൊടുത്താട്ട് മൗനമായിരിക്കാതെ അതരങ്ങളെ തുറന്ന്, കർത്താവേ, നീ ചെയ്ത ഉപകാരങ്ങൾക്കായി, നന്മകൾക്കായി നന്ദി പറയുന്ന കർത്താവേ, ഇന്നയോളം വഴി നടത്തി ഒന്നിനും കുറവില്ലാതെ വണ്ണം ഇന്ന് വരെ ഞായറാഴ്ച, ഇന്ന് സമയം വരെ ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, മുന്നോട്ടുള്ള കാര്യങ്ങളെ മറന്ന് ഇതുവരെ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ അതരങ്ങളെ തുറന്ന് സന്തോഷത്തോടെ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, അടഞ്ഞു കിടക്കുന്ന ചില വാതിലൂടെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ട്. അവൻ നമുക്ക് വേണ്ടി സൂര്യനെ പോലെ പ്രകാശിക്കുവാനിടയായി തീരും. ഇരുള് നിറഞ്ഞു, അന്ധകാരം നിറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് പൽക്കാല സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. അതരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ ഉയർന്നു കഴിയുമ്പോൾ, ചില വഴിയുടെ വാതിലൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മകൾ നമ്മുടെ കണ്ണിന് മുൻപാകെ ദൈവം നമ്മളെ കാണിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം പേര് പറഞ്ഞതാണ്, ഇത്രയേ ഉള്ളൂ, ഇവിടം വരെ നിൽക്കത്തുള്ളൂ, തകർന്നു പോയി, ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഇന്ന് വരെ നിങ്ങളെയും കരങ്ങളെ പിടിച്ച് അതിശയകരമായി വഴി നടത്തിയെങ്കിൽ അവന് മുൻപാകെ ഇന്ന് പൽക്കാല ഞായറാഴ്ച കടന്നു വന്നപ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് നാളെ പറ്റി ചിന്തിക്കേണ്ട, അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെടുത്ത് പറയുന്നത്, നാളത്തെ മന്ന നിങ്ങൾ ഒരുക്കി വെക്കേണ്ട കാര്യമില്ല, അതാത് ദിവസത്തെ അവൻ നമുക്ക് തരുവാനിടയായി തീരും. അല്പ മിനിറ്റുകൾ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് എല്ലാ തരങ്ങളും ആരും മൗനമായിരിക്കാതെ സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ നാളെ പറ്റി ചിന്തിച്ച് ഹല്ലേലൂയ സമയം കളയാതെ ഇന്ന് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നന്മ തന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവം നമ്മുടെ മുൻപാകെ വാഴുന്നുവെങ്കിൽ, ഇന്ന് പൽക്കാലം ഒന്നിന് കുറവില്ലാതെ വണ്ണം അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ഇന്നോളം വഴി നടത്തിയെങ്കിൽ, ഇനി നമ്മുടെ ജീവിതത്തിൽ അവൻ വാഴുന്നുവെങ്കിൽ, അവൻ ഭൂമിയിൽ വാഴുന്നു, അവൻ സ്വർഗത്തിൽ വാഴുന്നു, അവൻ നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന ദൈവമെങ്കിൽ, രാജാതി രാജാവ്, കർത്താതി കർത്താവുമെങ്കിൽ, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താട്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ സകലതും ഭംഗിയായി ചെയ്യുവാനിടയായി തീരും. അവൻ സൃഷ്ടിച്ച സകലതും ഭംഗിയായി സൃഷ്ടിപ്പാനിടയായി തീർന്നു. അവന്റെ കയ്യിലെ കൈവേലയാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് പൽക്കാല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. തലയിൽ ഒരു മുടി രോമം പോലും താഴെ വീഴുന്നെങ്കിൽ ദൈവം അറിയുന്നുണ്ട്. സകലതും അറിയുന്ന ദൈവത്തിന് മുൻപാകെ കടന്നു വന്നപ്പോൾ മൗനമായിരിക്കാതെ സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മൗത്വം കൊടുത്താട്ട് അർത്ഥന വൈഡവാ റിവൽക്കന റിഗതേര വർധനം റീബലം ശകന റിഗൽക്കന അടകന റിഗൽക്കന ഹൈഡക റിഗൽക്കന. യേശു വാഴുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ചില വ്യക്തി ദൈവത്തോട് ചോദിക്കുകയാണ്. എന്നാൽ അവൻ അറിയുന്നുണ്ട് സകലതും. ചില ദുർഘട മേടുകളെ നിരപ്പാക്കുവാന്, കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് എനിക്ക് ഗുണമായെന്ന് പറയത്തക്കവണ്ണം അടകനം റേബലം വൈഡവാ റിവൽക്കന റിഗതേര അൽമന ജഗത്തുനി വൈഡവാ റിവൽക്കന. അവന്റെ കാര്യങ്ങളെ കേൾപ്പിച്ചു കൊടുക്ക്. ഒന്നാം സ്ഥാനം ദൈവം കൊടുക്ക്. പൂർണ്ണമായി വാഴുവാന് അധികാര സ്ഥാനം ദൈവത്തിന് കൊടുക്ക്. സിംഹാസനം ദൈവത്തിന് കൊടുക്ക്. അല്പം മാറ്റി വെക്കാതെ ഹല്ലേലൂയ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പം അല്പം എടുത്തു വെക്കാതെ പൂർണ്ണമായി ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഉടകല കടകല ഘടകന റികത്തേനും വൈഡവ റിവൽക്കന ശംധേന അടകന അടഞ്ഞു കിടക്കുന്ന ചില വഴികള് വാതിലുകള് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് വൽക്കാലം തുറന്നു വരട്ടെ. ചില രോഗികൾ സൗഖ്യമാകട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, ദൈവശബ്ദം ദേശത്ത് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയുടെ മധ്യ യേശു വാഴട്ടെ, നമ്മുടെ കുടുംബത്തിൽ യേശു വാഴട്ടെ. കുടുംബങ്ങളെ ശിഥിരമാക്കുവാൻ, രണ്ട് ദിശയിലേക്ക് അകറ്റുവാൻ നോക്കുന്ന അന്ധകാര ശക്തികള്, ദേശത്തിന്റെ ശക്തികള്, തലമുറയെ ബന്ധിക്കുന്ന ശക്തികള് ഇന്ന് വൽക്കാല ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ മാനവ ലിമനം ശകരം റീഗല കൗഡവ റീഗലം ജുഡമന റിഗഥന അൽക്കന ജാദര ഉഡമന റിവൽക്കന ശംധേരവ വൈഡവ റിഗൽക്കന ആമാബരവേ ശകന ആമാന്റെ കഴിവരങ്ങള് ഇന്ന് വൽക്കാലം എത്ര വരുന്ന ഒരുക്കിയാലും പ്രാർത്ഥിക്കുന്ന മോർദെഖായിയുടെ മുൻപാകെ, എസ്തേറിന്റെ മുൻപാകെ ഉടകന റിഗൽക്കന റിഗഥേര വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ആര് ദൈവസ്ഥലിൽ നിൽക്കുന്നുണ്ടോ അവരെ കാണുന്ന ദൈവം ഇന്ന് വൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. അടകനം റിഗല വൈഡവ റിബൽക്കന. അല്പം ഉപവസിച്ചാലും അല്പം കരഞ്ഞാലും സാരമില്ല, അടുത്ത ദിവസം കടന്നു വരുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം എന്ന് വിളിച്ചു പറയത്തക്കവണ്ണം അൽഖനം റീബല വൈഡവ റിഗൽക്കനെ അർത്ഥന റിഗത്തേനെ വൈഡവ റിബൽക്കനം ശമ്പനാറുകൾക്കന. സകലതും തീർന്നുപോയി, സകലതും അടഞ്ഞുപോയി, എനിക്ക് തുറക്കുവാൻ കഴിയത്തില്ല, അസാധ്യമെന്ന് പറഞ്ഞ് ചോദ്യ ചിഹ്നം പോലെ ഇന്ന് വൽക്കാലം ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപാകെ ഉത്തരവുമായി ദൈവം ഇന്ന് വൽക്കാലം ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അയ്യോബ് പല ചോദ്യങ്ങളും ദൈവത്തോട് ചോദിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരുന്നു. അളവ് കൂടാതെ ആലോചനയെ മറിച്ചിടുന്നവന്, മുത്തിക്കൊത്താത്ത വൻ കാര്യങ്ങളെ ചെയ്യുന്നവന് ഇന്ന് വൽക്കാലം നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ കരങ്ങളെ കേൾപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ദൈവത്തിന് മൗത്തം കൊടുത്താട്ട്, സ്തോത്രം ചെയ്താട്ട്, അവനെ ആരാധിച്ചാട്ട്, ഓ വാഴുവാൻ ഒന്നാം സ്ഥാനം കൊടുത്താട്ട്, വലതിനെ മാറ്റിവെച്ചാട്ട്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വാഴ്ന്നു കഴിഞ്ഞാൽ സകലത് ഭംഗിയായി ചെയ്യുവാൻ ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയാണ്. അർത്ഥന വൈഡവ. നിനക്ക് അസാധ്യമെന്ന് തോന്നുമ്പോൾ, ഓ നിനക്ക് കഴിയത്തില്ലെന്ന് തോന്നുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്, ദൈവം പ്രവർത്തിക്കുന്നത്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോറിയ മലയിൽ യാഗം കഴിക്കുവാന്, ഓ ഹല്ലേലൂയ, മകനെ എടുത്ത് അവസാനം പറയാണ്, മകന്റെ മേൽ കത്തി വെക്കരുത്, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മ അവിടെ കുരുങ്ങി കിടപ്പുണ്ട്. ഇന്ന് വൽക്കാല ചിലരുടെ നന്മ ഇന്ന് വൽക്കാല കുരുങ്ങി കിടപ്പുണ്ട്. മോറിയ മലയിൽ കടന്നുപോയി യാഗത്തിന് വേണ്ടി അവസാന സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള നന്മ നമ്മളെ കാണുവാനിടയായി തീരും. എത്തേണ്ട സ്ഥാനങ്ങൾ എത്തിക്കഴിയുമ്പോൾ, പ്രാർത്ഥനയുടെ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ, അളവുകൾ വർദ്ധിച്ചു കഴിയുമ്പോൾ ഒരുക്കി വെച്ച നന്മ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ നന്മകൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടപ്പാ ഇപ്രകാരം പോരാ, കൃപാബലത്താലനെ നിറയ്ക്കണമേ, ശക്തിയാലനെ നിറയ്ക്കണമേ, പുതുബലത്താലനെ നിറയ്ക്കണമേ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൈവം വാണു കഴിഞ്ഞാൽ സകലത് സന്തോഷിപ്പാനിടയായി തീരും, നിരാശകൾ മാറുവാനിടയായി തീരും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താട്ട്, അപ്പാ എൻ്റെ ജീവിതത്തിൽ വാഴണമേ, എൻ്റെ കുടുംബത്തിൽ വാഴണമേ, എൻ്റെ ദേശത്തിൽ വാഴണമേ, എൻ്റെ സഭയിൽ വാഴണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മധ്യേ വാഴണമേ. നമ്മൾ പറഞ്ഞാൽ പരിമിതികളുണ്ട്, എന്നാൽ അവൻ വാണു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൻ ഭംഗിയായി ചെയ്യുവാനിടയായി തീരുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക്. അസാധ്യമെന്ന് പറയുന്നത്, സാധ്യമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് രോഗമായിരിക്കാം, അത് വിദ്യാഭ്യാസമായിരിക്കാം, അത് ജോലിയുടെ തലത്തിലായിരിക്കാം, വിസയുടെ വിഷയമായിരിക്കാം, ഡ്രൈവിങ്ങിന്റെ വിഷയമായിരിക്കാം. ഇന്നോളം ജയഘോഷമായി എന്നെ നടത്തിയ ദൈവം ഹല്ലേലൂയ ഉറച്ച് ഞാൻ പറയുവാനിടയായി തീരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. അവരിന്ന് പൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ മാറത്ത് പൊൻകച്ച് കെട്ടിയവനാണ്, വെള്ളോട് കാലിന് സദൃശ്യമുള്ളവനാണ്, അവന്റെ മുഖം അഗ്നിജാലകത്ത് പ്രകാശിക്കുന്ന ദൈവമാണ്. അവനെ നോക്കുവാൻ പറ്റത്തില്ല, ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവന്റെ കരങ്ങളേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാട്ട് അവനുമായിട്ടാണ് നമുക്ക് കാര്യം
കാര്യമുള്ളത്. ശബന റിഗൽഖന ആർത്തന വൈഡമ റിബൽഖനെ ഉടമന റിഗൽഖന വൈഷമന ആധന. ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, പുത്രനെ ചുംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, വീണ് കിടക്കുന്നവരെ നോക്കാതെ, തളർന്നു കിടക്കുന്നവരെ നോക്കാതെ, വഴിയിൽ ഹല്ലേലൂയ വീണ് കിടക്കുന്നവരെ നോക്കാതെ പുത്രനെ ചുംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാന് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, ഒരു ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, അപ്പാ ഇന്ന് വന്നതുപോലെയല്ല കർത്താവേ, ഒരു പുതിയ ശക്തിയാൽ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തിനു മേൽ അവൻ്റെ ശക്തി പകരണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ആരെങ്കിലും ക്ഷീണിച്ച് തളർന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഒരു റീചാർജ് ചെയ്യുന്ന സെല്ലിൽ അതിൻ്റെ ചാർജ് മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തൊട്ടും ചാർജ് കാണത്തില്ല. എന്നാൽ ദൈവസെല്ലിൽ കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ നിന്റെ ഹല്ലേലൂയ ചാർജ് ചെയ്യുവാനിടയായി തീരും. ഇലക്ട്രിക് കാറൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ ഇന്ന് പൽക്കാലം ഒന്ന് പ്ലഗ് ചെയ്ത് ദൈവമായിട്ട് അവനുമായിട്ടൊന്ന് ബന്ധപ്പെട്ട്, ഓ ഹല്ലേലൂയ, അത്യന്ത ശക്തി കടന്നു വരുവാനിടയായി തീരും. മിന്നൽ കടന്നു വരുന്നത് പോലെ അവൻ നിന്നെ സന്ദർശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചിരിക്കുന്ന അവകാശമൊക്കെ മാറിയിട്ട് ശക്തി ഏറ്റെടുത്ത് കഴുകനെ പോലെ ചിറകടിച്ച് വാനവിലുവിൽ പൊങ്ങുവാനിടയായി തീരും. യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാല ലോകത്തിലെ ശക്തി ഇവിടം കൊണ്ട് ക്ഷയിച്ചു പോകുന്നതാണ്. ഒരു ആത്മീക ശക്തി ഉണ്ടല്ലോ, അത് ഏറ്റെടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ഏത് പ്രതികൂല ഘട്ടങ്ങളിലും എന്നെ നിന്നെ വഴി നടത്തുവാന് ഉയരത്തിലെ ശക്തി ഇന്ന് പൽക്കാലം മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ചില പ്രതികൂലങ്ങളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ അതിൽ തളർന്നു പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല, ദൈവം എന്നെ നിന്നെ വിളിച്ചു വേർതിരിച്ചത് അത്യന്ത ശക്തിയാൽ ഇന്ന് പൽക്കാലം നിറയട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണമേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മാളിക മുറികൾ ഒരുമിച്ച് കാത്തിരിപ്പീൻ. യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ 120 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്യന്ത ശക്തി അഗ്നിനാവുകൾ പടർന്ന നാവുകൾ പോലെ അവരുടെ മേൽ പതിയുവാനിടയായി. അവർ ഓരോരുത്തരും അന്യഭാഷയിൽ സംസാരിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വിളിച്ചു പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഹല്ലേലൂയ 21-ാം നൂറ്റാണ്ടിൽ അസാധ്യമല്ല, ദൈവത്താൽ സാധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ സാധ്യമായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിര്. ഓ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അത് അനുഭവിച്ചുവെങ്കിൽ, അത് പ്രാപിച്ചുവെങ്കിൽ ഇന്ന് പ്രാപിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തലകളെ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാനാണ് വാഴുന്നത്, മറ്റു പലതുമാണ് വാഴുന്നത്. ഇന്ന് പൽക്കാലം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് വാഴുവാന്, അവൻ്റെ ഒപ്പം നടക്കുവാന്. യേശു വാണ് കഴിഞ്ഞാൽ അവൻ പറയുന്നത് കേൾക്കണം. നമ്മുടെ സ്വയം വിടുവാനിടയായി തീരണം. ജഡം പറയുന്നത് കേൾക്കുവാനിടയാകരുത്. ഇന്ന് പൽക്കാലം യേശു പറയുന്നത് കേൾക്കുവാനിടയായി തീരണം. നമ്മൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ആരോടൊപ്പം നടക്കണം, യേശു നമുക്ക് ഉപദേശിച്ചു തരും. അവൻ രാജാവായിരുന്നു കഴിഞ്ഞാൽ, കർത്തൃത്വം ചെയ്ത് കഴിഞ്ഞാൽ, രാജ്യത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവൻ നമ്മളോട് സംസാരിക്കും. എത്ര പേരോട് യേശു സംസാരിച്ചിട്ടുണ്ട്? അടുത്ത ദിവസത്തെ വഴികൾ, യാത്രകൾ, പോക്കുകൾ, വരവുകൾ എത്ര പേരോട് യേശു സംസാരിച്ചിട്ടുണ്ട്? അവൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരപ്പൻ മക്കനോട് സംസാരിക്കുന്നത് പോലെ അവൻ ഹൃദ്യമായി നമ്മോട് സംസാരിക്കുവാനും ഇടപെടുവാനും ഇടയായി തീരും. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. യേശു കർത്താവ് ഞങ്ങളുടെ ഇടയിൽ വാഴുന്നല്ലോ, അവൻ ഭൂമിയിൽ വാഴുന്നല്ലോ, സ്വർഗത്തിൽ വാഴുന്നല്ലോ. കർത്താവേ, ആ വാഴുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്തു. കർത്താവേ, ആരെങ്കിലും വേദനയോടെ, പ്രയാസത്തോടെ ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യേശു അപ്പച്ചൻ സകലതും അറിയുന്നല്ലോ. ഇന്ന് പൽക്കാലം ചാർജ് തീർന്നവരെ പോലെ അല്ല, ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് ഇരട്ടി ബലത്തോടെ, ഇരട്ടി ശക്തിയോടെ ഇന്ന് പൽക്കാലം ഹോള് വിട്ട് കടന്നു പോകുവാന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവരെ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വായിൽ നിന്ന് കടന്നു വരുന്ന വചനം അത് വെറുതെ ഇരിക്കുന്നില്ല. അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് മടങ്ങി വരുന്ന എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. സ്വർഗം പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിനെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യം പറയാനുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ പ്ലീസ് സ്റ്റാൻഡ് കം. അവർ പറഞ്ഞിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു.